ഹലോ മാവറിക്സ്, 95% ബോയ്സിന് അവരുടെ ഫേസ് ഷേപ്പ് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ സെലിബ്രിറ്റീസിൻ്റെ ഹെയർ സ്റ്റൈൽ കോപ്പി ചെയ്യാറാണ് പതിവ്. അതിൻ്റെ റിസൾട്ട് ഏകദേശം ഇങ്ങനെ ആയിരിക്കും. ഈ വീഡിയോയിൽ ഫേസ് ഷേപ്പിന് അക്കോർഡിംഗ് എങ്ങനെ ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കാമെന്നതിനെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുന്നതിനോടുള്ള കംപ്ലീറ്റ് ഗൈഡ് ആയിരിക്കും ഈ വീഡിയോ. നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഷേപ്പിന് അക്കോർഡിംഗ് ആയിട്ട് ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഇവിടെ നിന്നും ഇതിലേക്ക് മാറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടി ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഹെയർ സ്റ്റൈൽ ഉപയോഗിച്ച് നിങ്ങളുടെ ലുക്സിനെ ബെറ്റർ ആക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഈ ചാനലിൽ വരാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അത്രയേറെ ഉപകാരപ്പെടുന്നതായിരിക്കും. ആദ്യമായിട്ട് ഇന്ത്യൻസിന് ഹെയർ ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് 3 തരത്തിലെ ഹെയർസ് കാണും: സ്ട്രെയിറ്റ്, കേർലി ആൻഡ് വേവി. സ്ട്രെയിറ്റ് അല്ലെങ്കിൽ വേവി ഹെയർ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ലോങ് അല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ഷോർട്ട് ഹെയർ ഒരുപോലെ ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് കേർലി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടനവധി സ്റ്റൈലിഷ് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ കേർലി ബസ് അല്ലെങ്കിൽ ഹൈ ടോപ്പ് ഫേഡ് കട്ട് എക്സെട്ര. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യും. ഇനി ഫേസ് ഷേപ്പ് എന്തിനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഫേസിന് ഒരു ബാലൻസ്ഡും സ്ട്രക്ചേർഡും അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള ലുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫേസ് ഷേപ്പിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എങ്കിൽ ഇനി എങ്ങനെയാണ് നമ്മുടെ ഫേസ് ഷേപ്പ് കണ്ടുപിടിക്കുക? അതിനായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഏതൊരു ഫേസ് ഷേപ്പ് ഡിറ്റക്ടർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. നിങ്ങളുടെ സെർച്ച് ബോക്സിൽ ഫേസ് ഡിറ്റക്ടർ ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സെൽഫി ഇമേജ് ക്ലിക്ക് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആപ്പ് നിങ്ങളുടെ ഫേസ് ഷേപ്പ് എന്താണെന്ന് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തതായിട്ട് ഈ ഫേസ് ഷേപ്പിന് അക്കോർഡിംഗ് ഏത് ഹെയർ സ്റ്റൈൽസ് ഒക്കെയാണ് നിങ്ങൾക്ക് ചേരുക എന്ന് നോക്കാം. നമ്പർ 1, ഓവൽ ഷേപ്പ്. ഈ ഒരു ഫേസ് ഷേപ്പ് ഉള്ളവരുടെ ഫേസിന് വേർട്ടിക്കലി കുറച്ച് കൂടുതൽ നീളവും ഹൊറിസോണ്ടലി കുറച്ച് കുറവ് നീളമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു എഗ്ഗ് പോലെ. ഇത് റൗണ്ട് ഷേപ്പ് പോലെ തന്നെയാണ്, എങ്കിലും കുറച്ചുകൂടെ ആംഗുലർ ആണ്. നമ്മുടെ ഹെയറിന് കുറച്ച് കൂടുതൽ തിക്നെസ് നൽകുന്ന, അതായത് മുകളിലേക്ക് പഫ് ചെയ്യുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഓൾറെഡി നിങ്ങളുടെ ഫേസ് ഷേപ്പ് ഓവലാണ്. അതിനൂടെ ഇത്രയും തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള ഹെയർ കൊടുക്കുമ്പോൾ ഫേസിന്റെ നീളം പിന്നെയും കൂടും. ഹെയറിന്റെ സൈഡിലായിട്ടൊരു മീഡിയം ഫെയ്ഡ് വെക്കാനായി ശ്രമിക്കണം. ലോ ഫെയ്ഡും ലോങ് ഹെയറും നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യില്ല. ഒരു ബാലൻസ്ഡ് ലുക്കിനായിട്ട് ഈ ചെറിയ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ തീർച്ചയായും ശ്രമിക്കുക. നിങ്ങൾക്ക് സൈഡിൽ ഒരു ലോ ഫെയ്ഡ് ഉപയോഗിക്കാം, പക്ഷെ അതിന് തൊട്ട് മുകളിലായിട്ട് മീഡിയം ഫെയ്ഡ് കൊടുക്കാൻ മറക്കരുത്. ഹെയർ ലെങ്ത് മീഡിയം അല്ലെങ്കിൽ ഷോർട്ട് ആക്കി വെക്കുന്നതാണ് നിങ്ങൾക്ക് ചേരുക. ഒരുപാട് സെലിബ്രിറ്റീസിന് ഓവൽ ഷേപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇവരുടെ ഹെയർ സ്റ്റൈൽസിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഋത്തിക് റോഷൻ, വരുൺ ധവാൻ, രൺബീർ സിംഗ്, ജസ്റ്റിൻ ബീബർ, റോക്കിന് മുടിയില്ലല്ലോ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കാണിക്കുന്ന ഏത് ഹെയർ സ്റ്റൈലും സെലക്ട് ചെയ്യും. നമ്പർ 2, സ്ക്വയർ ഷേപ്പ്. നിങ്ങളുടെ ഫേസ് ഷേപ്പ് സ്ക്വയർ ആണെങ്കിൽ കൺഗ്രാറ്റ്സ്, ബിക്കോസ് ഇത് കുറച്ചുകൂടെ മാസ്കുലിനായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു ഫേസ് ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് വെറൈറ്റി ഹെയർ സ്റ്റൈൽസ് ലഭ്യമാണ്. ഈ ഫേസ് ഷേപ്പ് ഉള്ളവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജോ ലൈൻ ഷാർപ്പായിരിക്കും, സൈഡിലെ ആംഗിൾ സ്ട്രെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഷാർപ്പും ആംഗുലാർ ലുക്കും ഇവർക്കുണ്ടായിരിക്കും. ഫേസ് ഷേപ്പ് ബാലൻസ് ആയി വെക്കാനായിട്ട് സൈഡിൽ ഒരു ലോ ഫെയ്ഡ് നൽകുക. ടോപ്പ് ഹെയറിൻ്റെ ലെങ്ത് മാറ്റർ ചെയ്യുക. മെയിനായിട്ട് നിങ്ങളുടെ സൈഡ് ഹെയർ ആണ് മാറ്റർ ചെയ്യുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ലോ ഫെയ്ഡ് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് സെലിബ്രിറ്റീസിന് ഈ ഫേസ് ഷേപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ജോണി ഡെപ്പ്, ഷാഹിദ് കപൂർ, ഷാരൂഖ് ഖാൻ എക്സെട്ര. ഇവരുടെ ഹെയർ സ്റ്റൈൽസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇനി സ്ക്രീനിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്പർ 3, റൗണ്ട് ഫേസ് ഷേപ്പ്. റൗണ്ട് ഫേസിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഏകദേശം സെയിമും സിമെട്രിക്കലുമാണ്. ഇവരുടെ ചിന്നും ഹെയർ ലൈനും കർവ്ഡ് ഷേപ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ ലാർജ് വോളിയം ഹെയർ സ്റ്റൈൽസ് ആയിരിക്കും ഇവർക്ക് ചേരുക. നിങ്ങൾക്ക് റൗണ്ട് ഫേസ് ആണെങ്കിൽ ഫേസ് ഷേപ്പ് ബാലൻസ് ചെയ്യാനായി ഹെയറിൽ ആംഗിൾസ് നൽകണം. ലൈക്ക് പോമ്പഡോർ ഹെയർ സ്റ്റൈൽ, ക്യൂഫ് അല്ലെങ്കിൽ ഫേസ് ഹോക്ക്. നിങ്ങളുടെ സൈഡിലത്തെ ഹെയർ ഷോർട്ട് ആക്കി വെക്കണം. അതുപോലെ തന്നെ ടോപ്പ് ഹെയർ ലോങ്ങും ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് ബിയർഡ് ഉണ്ടെങ്കിൽ ആ ബിയർഡിനെ സ്ക്വയർ ഷേപ്പിൽ സ്റ്റൈൽ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫേസ് കുറച്ചും കൂടെ സിമെട്രിക്കൽ ആവുകയുള്ളൂ. ലിയനാർഡോ ഡികാപ്രിയോ, സെയ്ഫ് അലി ഖാൻ പോലുള്ള സെലിബ്രിറ്റീസിന് ഈ ഫേസ് ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഹെയർ സ്റ്റൈൽസ് നിങ്ങളെ സ്യൂട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്പർ 4, ഡയമണ്ട് ഫേസ് ഷേപ്പ്. ഈ ഫേസ് ഷേപ്പ് ഉള്ളവരുടെ പ്രത്യേകത അവരുടെ ജോ ലൈൻ ഷാർപ്പും ഫോർഹെഡ് കുറച്ച് ചെറുതുമായിരിക്കും. അവർക്ക് ആ ഡയമണ്ട് ഷേപ്പ് വരാനുള്ള കാരണം തന്നെ അവരുടെ ചീക്ക് ബോൺസ് കുറച്ചുകൂടെ വിസിബിൾ ആവുന്നത് കൊണ്ടാണ്. ഈ ഒരു ഫേസ് ഷേപ്പ് ഉള്ളവർക്ക് ഹൈ സ്കിൻ ഫെയ്ഡ് അല്ലെങ്കിൽ ലോ ഹെയർ പുഷ്ഡ് ബാക്ക് ഒക്കെ വെക്കാൻ സാധിക്കും, വിച്ച് മേക്സ് ദം മോർ അട്രാക്റ്റീവ്. നിങ്ങൾ ഹൈ വോളിയം ഹെയർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഷാർപ്പ് ഫേസിനെ കുറച്ചുകൂടി സ്മൂത്തും
ബാലൻസ്ഡുമാക്കും. സെയിൻ മലിക്, നിക് ജോണാസ് പോലെയുള്ള സെലിബ്രിറ്റീസിനൊക്കെ ഈ ഒരു ഫേസ് ഷേപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി സ്ക്രീനിൽ കാണിക്കുന്ന ഹെയർ സ്റ്റൈൽസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു മെയിനായിട്ടുള്ള 4 ഫേസ് ഷേപ്പ്. ഇതല്ലാതെ വേറെ ഒരുപാട് ഫേസ് ഷേപ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, അങ്ങനെ. അതിനെക്കുറിച്ചൊക്കെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തംസ് അപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ നമ്മുടെ മാവറിക്സ് ഫാമിലിയുടെ ഒരു അംഗമാവുക. താങ്ക്സ് ഫോർ വാച്ചിങ്.